നമ്മുടെ ജീവിതത്തിലും പല പരീക്ഷകൾ വരുമ്പോൾ, പല പ്രശ്നങ്ങൾ വരുമ്പോൾ ജാതികളും മറ്റ് ഉള്ളവരും നിരൂപിക്കും ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്ന്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ആരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 33 നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 32, 33 ഒരുമിച്ച് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇസ്രായേലിന് ജയം ലഭിച്ചപ്പോൾ, ഇസ്രായേലിൻ്റെ ജയത്തെ ശേഷം ദാവീദ് പാടുന്ന ഒരു സ്തുതിയാണ്, ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് ഈ 33 സങ്കീർത്തനം. ഈ ഒരു 33 സങ്കീർത്തനം നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നത് എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം. നീതിമാന്മാരെ യഹോവയെ ഘോഷിപ്പീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ടും കിന്നരം കൊണ്ടും പുതിയ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കണമെന്ന്. രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയാണ്. ദൈവം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആ കരവിരുത് അത്ഭുതങ്ങൾ ചെയ്യുന്ന, അതിൻ്റെ 9 വാക്യത്തിൽ കാണും, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ അങ്ങനെ ആ ഒരു അധികാരത്തിനെയാണ് നമുക്ക് രണ്ടാം ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്ത നമ്മുടെ 3 ഭാഗത്താണ്. 3 ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ജനത്തിനെ നയിക്കുന്ന ഒരു നിസി യഹോവയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ജയക്കൊടിയായ യഹോവയെ നമുക്ക് കാണുവാൻ കഴിയും. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. അപ്പം ആ ഭാഗ്യമുള്ള ആ ജാതികളെ എങ്ങനെയാണ് ജയത്തോടെ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് 3 ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. 10 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാകുന്നു. നമ്മളെ കൊണ്ട് കഴിയയില്ല. ഇപ്പം ഇസ്രായേൽ ജനം ഒരു വീക്കാണെന്ന് പറഞ്ഞ് ഒരു വീക്കായിട്ട് കണ്ടവരുടെ മുന്നിൽ ദൈവം എങ്ങനെ ജയത്തോടെ നടത്തും? ജാതികൾ പലതും പറയും, പക്ഷെ അതിനെ വ്യർത്ഥമാക്കും. വംശങ്ങളൊക്കെ നിന്നെ കൊണ്ട് കഴിയുകയില്ല. നമ്മുടെ അവരുടെ നിരൂപണങ്ങൾ എങ്ങനെയാണെന്ന് കർത്താവ് അറിയുന്നുണ്ട്. അപ്പം അവരെ കൊണ്ടൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ആ വിചാരങ്ങളെ നിഷ്ഫലമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലെ ആഴങ്ങളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉള്ളിലെ ചെറിയ ആഗ്രഹങ്ങളെയും ചെറിയ ചിന്തകളെയും അറിയുന്ന ഒരു ദൈവം നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പം ഈ ഒരു ജയം ആർക്കാണ് കൊടുക്കുന്നത്? അതാണ് 18 വാക്യത്തിൽ കാണുന്നത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്ക് പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പം യഹോവയ്ക്കായി പ്രത്യാശ വെക്കുന്ന യഹോവ ഭക്തന്മാരായവരുടെ മേൽ ആ ഒരു ദൃഷ്ടി ഉള്ളതിനാൽ അവർക്ക് ജയം ഉണ്ടാവും. ജയം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ജയത്തിന് കുതിര വ്യർത്ഥം. കുതിരയാലോ സൈന്യ ബഹുത്വത്താലോ ആൾ കൂടിയതുകൊണ്ട് ഒന്നുമല്ല ജയം ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ പാടുന്നത് പോലെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ നാമത്താൽ നമുക്ക് ജയം ലഭിക്കും. അങ്ങനെ ഒരു ജയമാണ് ഇസ്രായേലിന് പലപ്പോഴും ലഭിച്ചത്. പഴയ നിയമത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിയും. 300 പേരെ കൊണ്ട് പോയിട്ട് പോലും ജയം ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സൈന്യ ബഹുത്വമല്ല, കുതിരയോ അങ്ങനെ ഒരു ആയുധങ്ങളോ അല്ല. പക്ഷേ നമ്മുടെ കൂടെ കർത്താവുള്ളപ്പോൾ ജാതികളുടെ വിചാരങ്ങളെയും ജാതികളുടെ നിരൂപണങ്ങളെയും ഒക്കെ മാറ്റി അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട്, അത് വൃദ്ധമാക്കിക്കൊണ്ട് നമുക്കൊരു ജയം നൽകുന്ന ദൈവത്തെ നമുക്ക് ഈ 33 അധ്യായത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പരീക്ഷകൾ വരുമ്പോൾ, പല പ്രശ്നങ്ങൾ വരുമ്പോൾ ജാതികളും മറ്റ് ഉള്ളവരും നിരൂപിക്കും ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്ന്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ആരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ യഹോവ ഭക്തിയോടെ യഹോവയ്ക്കായി പ്രത്യാശ വെച്ച് യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജയം നൽകുവാൻ കഴിയും. അതിന് സൈന്യത്താലല്ല, ഒരു വലിയ സമൂഹമോ ഒന്നുമല്ല. ദാവീദ് ആ വലിയ സമൂഹത്തെയോ ഗോലിയാത്തിനെയോ അല്ല കണ്ടത് മുന്നിൽ. പക്ഷേ ദാവീദ് ആരെയാണ് കണ്ടത്? തൻ്റെ കൂടെയുള്ള ദൈവത്തെ. അതുപോലെ യോശുവയും കാലേബും നമ്മൾ കാണുവാൻ കഴിയും. 12 പേരെ അയച്ചതിൽ യോശുവയും കാലേബും എന്ത് പറഞ്ഞു? അവരുടെ കൂടെ ഉള്ളവരെക്കാൾ ശക്തനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമ്മളുടെ കൂടെ ഉള്ള ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ദൈവം, ഈ സൃഷ്ടാവ്, ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഒരു വാക്ക് കൽപ്പിച്ച അത് അങ്ങനെ തന്നെ സംഭവിക്കും.
അപ്പോൾ അത്രയും ശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ കൂടെ സൈന്യം കാണും, നമ്മുടെ ശത്രുക്കൾ ശക്തരായിരിക്കും, പക്ഷേ ആ ശക്തരെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജയം ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ജയത്തോടെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന നമ്മുടെ ദൈവത്തിന് ദാവീദ് ചെയ്ത പോലെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇനിയും നമ്മുടെ ജീവിത ആന്ത്യം വരെ അവന് വേണ്ടി പ്രത്യാശ വയ്ക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.